എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലാകെ ഭൂമി 96 ലക്ഷം ഏക്കർ. അതിൽ കൃഷിക്ക് യോഗ്യമായ ഭൂമി എന്ന് പറയുന്നത് 11.74 ലക്ഷം ഹെക്ടർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള ഭൂമിയുടെ 12% സ്ഥലങ്ങളേ ഉള്ളൂ കൃഷിക്ക് പറ്റിയ ഭൂമി. കൃഷികൾ എന്നതൊക്കെയാണ് റബ്ബർ, തെങ്ങ്, കമുങ്ങ്, കാപ്പി, തേയില, കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ, നെല്ല്, വാഴ, കിഴങ്ങുവർഗ്ഗം, പൈനാപ്പിൾ, പച്ചക്കറികൾ, പിന്നെ കുറച്ച് ഔഷധ കൃഷികളും കുറച്ച് ഫ്രൂട്ട്സും. ഇത്രയാണ് കേരളത്തിലെ കൃഷികൾ. ഇതിൽ റബ്ബറിന് റബ്ബർ ബോർഡുണ്ട്, സാറുമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. തെങ്ങിന് കേര ബോർഡുണ്ട്, സാറുമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. കാപ്പിക്ക് കോഫി ബോർഡുണ്ട്, അതിൻ്റെ സാറുമാരും സംവിധാനങ്ങളുണ്ട്. തേയിലയ്ക്ക് ടീ ബോർഡുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. കുരുമുളക്, ഏലം, ഉണങ്ങിയ ഇഞ്ചി, ചുക്ക്, മഞ്ഞൾ, ഗ്രാമ്പു, ജാതി ഇങ്ങനെയൊക്കെ ഉള്ളതിന് സ്പൈസസ് ബോർഡുണ്ട്. ബാക്കിയുള്ള നെല്ല്, വാഴ, കിഴങ്ങുവർഗ്ഗം, പൈനാപ്പിൾ, പച്ചക്കറികൾ, പിന്നെ പച്ച ഇഞ്ചി, പച്ചമഞ്ഞൾ, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ളതിനൊക്കെ ഉള്ള കേരളത്തിലെ ഉന്നതമായ വകുപ്പാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് കൃഷി വകുപ്പ്. ഈ കൃഷി വകുപ്പിൽ 8003 ജോലിക്കാരുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മേടിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ. അതിൽ 300 പേര് ഗസറ്റഡ് ഓഫീസറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ SLC ബുക്കോ അതിൻ്റെ കോപ്പിയൊക്കെ അറ്റസ്റ്റ് ചെയ്യേണ്ട കാലങ്ങളിൽ ഈസി ആയിട്ട് പോയി അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ഈ ഗസറ്റഡ് ഓഫീസർമാരെ കൊണ്ട്. അങ്ങനെ ഒരു ഗുണമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ 54 വയസ്സിനിടയ്ക്ക് കൃഷി വകുപ്പിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, എനിക്കറിയത്തുമില്ല. ഇനി ഇവിടെ നിലവിലുള്ള 11.74 ലക്ഷം ഹെക്ടർ വസ്തുവിൽ നിലവിലുള്ള 8003 ജോലിക്കാരെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 141 ഹെക്ടറിന് കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കൃഷി വകുപ്പിലുണ്ട്. ഇനി നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നോക്കാം. കർണാടകത്തിൽ 110.76 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളതിൻ്റെ 10 ഇരട്ടി കൃഷിഭൂമി കർണാടകത്തിലുണ്ട്. അവിടെ 1425 ഹെക്ടറിന് ഒരു ഉദ്യോഗസ്ഥനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 141 ഹെക്ടറിന് ഒരു ഉദ്യോഗസ്ഥനുള്ളപ്പം അവിടെ 1425 ഹെക്ടറിന് ഒരു ഉദ്യോഗസ്ഥനേ ഉള്ളൂ. 10 ഇരട്ടി വലിപ്പമുണ്ട് കൃഷിഭൂമി. ഉദ്യോഗസ്ഥന്മാർ എത്രയുണ്ടെന്നറിയാമോ? 7775 ഉദ്യോഗസ്ഥന്മാർ. കേരളത്തിൽ 8003 ഉദ്യോഗസ്ഥന്മാർ. തമിഴ്നാട്ടിൽ കൃഷിസ്ഥലം 64 ലക്ഷം ഹെക്ടർ. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ 9000 എന്ന് പറഞ്ഞാൽ 711 ഹെക്ടറിന് ഒരു ഉദ്യോഗസ്ഥനേ ഉള്ളൂ. അതും കേരളത്തിലുള്ളതിൻ്റെ ഏതാണ്ട് 5 ഇരട്ടിക്ക് സ്ഥലമാണ് ഒരു ഉദ്യോഗസ്ഥൻ നോക്കുന്നത്. ഇനി ഉൽപ്പാദനം പറയാം. കേരളം ഉണ്ടാക്കുന്നത് 5.5 ലക്ഷം ടണ്ണ് അരി, 5.5 ലക്ഷം ടണ്ണ് അരി. തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത് 78 ലക്ഷം ടണ്ണ് അരി. കർണാടക ഉൽപ്പാദിപ്പിക്കുന്നത് 57 ലക്ഷം ടൺ അരി ഒരു വർഷമാണ്. ഇനി പച്ചക്കറിയുടെ കണക്ക് പറയാം. കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് 7 ലക്ഷം ടണ്ണ് പച്ചക്കറി. തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത് 62 ലക്ഷം ടണ്ണ് പച്ചക്കറി. കർണാടക ഉൽപ്പാദിപ്പിക്കുന്നത് 77 ലക്ഷം ടണ്ണ് പച്ചക്കറി. നോക്ക് എങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു വർഷത്തെ കാർഷിക വരുമാനം എന്ന് പറയുന്നത് 52.08 ലക്ഷം കോടി. ഇതിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും സംഭാവന നോക്കിയാൽ ഈ 52.8 ലക്ഷം കോടി എന്നത് എല്ലാ വർഷവും 3% മുതൽ 4% വരെ വർദ്ധിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ വാർഷിക കാർഷിക വരുമാനമായ 52.08 ലക്ഷം കോടിയിൽ കർണാടകത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് 13.35%. തമിഴ്നാടിൻ്റെ സംഭാവന 9.40%. ഇനി നമ്മുടെ മഹത്തായ കേരളത്തിൻ്റെ സംഭാവന എത്രയാണെന്നറിയാവോ? 1% താഴെ. കേരളത്തിൽ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാകുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് ഒരു വർഷം ലഭിക്കുന്ന നികുതി 33 ലക്ഷം രൂപ മാത്രം. ഇനി കൃഷി വകുപ്പിൻ്റെ ചെലവ് പറയാം. കൃഷി വകുപ്പിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ കൊടുത്തത് 2307 കോടി രൂപ. 2307 കോടി രൂപ. അതിൻ്റെ 73%, അതായത് 1684
1.1 കോടി ഇവരുടെ ശമ്പളവും പെൻഷനുമാണ്. ബാക്കി കുറേ വണ്ടികളുണ്ട്, ഡീസലുണ്ട്, പിന്നെ അതിൻ്റെ മറ്റ് ചിലവുകളുണ്ട്, പിന്നെ കുറേ മണസാ ചിലവുകളുണ്ട്, അവസാനം കുറേ ഓഞ്ഞ തൈ വിതരണമുണ്ട്. അപ്പം ഞാൻ അല്ലെങ്കിൽ നമുക്ക് എന്തിനായി ഡിപ്പാർട്ട്മെൻറ്റ്? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു, സാറിൻ്റെ ജോലി എവിടെയാ? ഗവൺമെൻറ് സർവീസ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അഗ്രികൾച്ചർ കൃഷി വകുപ്പിൽ സേവനം ചെയ്യുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ആർക്കാണ് സേവനം ചെയ്യുന്നത്? 2307 കോടി രൂപ ജനത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പം 1684.11 കോടി എന്ന 73% ശമ്പളവും പെൻഷനുമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവന്മാരാർക്കാണ് സേവനം ചെയ്യുന്നത്? ഈ സേവനം കൊണ്ട് ഗവൺമെൻറ്റിന് എന്ത് കിട്ടി? ഇവിടുത്തെ പൊതുജനത്തിന് എന്ത് കിട്ടി? ഈ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആരെ സേവിച്ചു എന്ന് ചോദിച്ചാൽ അവരെ സേവിച്ചു എന്നർത്ഥം. അവർ 2307 കോടി രൂപ സർക്കാരിൻ്റെ ഇങ്ങോട്ട് മേടിച്ച് അവരുടെ ശമ്പളവും പെൻഷനും വീതിച്ചെടുത്തു. അവരുണ്ടാക്കുന്ന സംവിധാനങ്ങളുടെ കണക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ആരെ സേവിച്ചവർ? അവരെ സേവിച്ചു. അവരുടെ ജീവിതം നോക്കി, അവരുടെ ശമ്പളവും പെൻഷനും നോക്കി. ഇതെങ്ങനെ നന്നാക്കാമെന്നൂടെ പറയാം. കർണാടകത്തിൽ 1425 ഹെക്ടറിന് ഒരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ ഇവന്മാരെ നിയമിക്കണം. കേരളത്തിൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ ഏരിയ കണക്ക് കൂട്ടിയിട്ട് ഈ 141 ഹെക്ടറിന് ഒരുത്തൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 1425 ഹെക്ടറിന് ഒരുത്തനാകുന്ന രീതിയിൽ ഇവരെ അങ്ങോട്ട് പുനർവിന്യസിക്കണം. എന്നിട്ട് ഉൽപ്പാദനത്തിന് പ്രൊജക്റ്റ് കൊടുക്കണം. കർണാടകത്തിൽ അത്രയും വെച്ചപ്പോൾ അതുപോലെ തന്നെ പ്രൊജക്റ്റ് കൊടുക്കണം. പ്രൊജക്റ്റ് കൊടുത്തിട്ട് അത്ര ഉൽപ്പാദനം നടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് VRS ആയിട്ട് കൊടുത്ത് പിരിച്ചു വിടണവന്മാരെ. എന്തിനാ ഇത്? 2307 കോടിയിൽ 1684.11 കോടി രൂപ ശമ്പളവും വണ്ടിയും കിണ്ടിയും സംവിധാനം എല്ലാം കൂടെ കൊടുക്കുമ്പോൾ 10,000 കോടി രൂപ വെറുതെ പോവുകയാണ്. പിന്നെ എന്തിനായി ഈ ഡിപ്പാർട്ട്മെൻറ്റ്? മുഖ്യമന്ത്രി VD സതീശനോട് ചോദിക്കട്ടെ, പുനർവിന്യസിച്ച് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കാൻ ധൈര്യമുണ്ടോ? അടുത്തത് കൃഷിമന്ത്രി ടി സിദ്ദിഖിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതെങ്ങനെയാ? അന്നേരം ആദ്യം പറഞ്ഞാൽ എനിക്ക് ഈ അലവലാതി വകുപ്പ് വേണ്ടെന്ന്. അങ്ങേര് അത് ഒരു കാരണവശാലും ഈ അലവലാതി വകുപ്പ് വേണ്ടെന്ന് അങ്ങേര് പറഞ്ഞതാ. ജനത്തിൻ്റെ കൈ കിട്ടിയ ജനം പഞ്ഞിക്കിടുന്ന ഈ വകുപ്പ് എനിക്ക് വേണ്ടെന്നും ഏറ്റവും പേരുദോഷമുള്ള വകുപ്പാണ്, അതുകൊണ്ട് ഈ വകുപ്പ് എനിക്ക് വേണ്ടെന്ന് അങ്ങേര് പറഞ്ഞതാ. എന്നാലും സിദ്ദിഖിനോട് ചോദിക്കുക, അതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കുമ്പോൾ കാറുണ്ടല്ലോ, പൈലറ്റ് ഉണ്ടല്ലോ, എസ്കോട്ട് ഉണ്ടല്ലോ, അതുകൂടാതെ നിങ്ങൾക്ക് 10-30 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, ശമ്പളം ഉണ്ടല്ലോ, ആനുകൂല്യം ഉണ്ടല്ലോ, ഇതെല്ലാം മേടിച്ച് തിന്നുമ്പം നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? എന്തിനായി വകുപ്പ്? എന്തിനാ? ഞങ്ങളുടെ നികുതിപ്പണം, ഇവിടുത്തെ പൊതുജനത്തിൻ്റെ നികുതിപ്പണം 2307 കോടി എടുത്തു തരുമ്പം 803 ഉദ്യോഗസ്ഥന്മാർക്ക് 2000 കോടി വീതം വെക്കാനാണെങ്കിൽ എന്തിനായി ഡിപ്പാർട്ട്മെൻറ്റ്? മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഭരണവർഗമാണ്. 2015 10% സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു. 10 വർഷം പിണറായി ഗവൺമെൻറ് പാലിച്ച് മൂടിപ്പിച്ചപ്പം 2025 5% സ്ഥലത്തെ കൃഷിയുള്ളൂ. വലിയ കൃഷിമന്ത്രി സുനിലൊക്കെ ഇരുന്നതാ. അവസാനം വന്നപ്പം 5% സ്ഥലത്തെ കൃഷിയുള്ളൂ. നടപടിയെടുക്കുമോ ഗവൺമെൻറ്? 2 നടപടിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് മാന്യമായിട്ട് ശുദ്ധീകരിക്കണം, അല്ലെ പിരിച്ചുവിടണം. ഭരിക്കുന്നവരുടെ മുമ്പിലേക്ക് വിവരങ്ങൾ വെച്ചുകൊണ്ട് നിർത്തട്ടെ. ജനവും ചിന്തിക്കാൻ ജനത്തിൻ്റെ മുമ്പിലേക്കും വെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.